ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് ടെസ്റ്റി കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു കേക്കിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ മൈദയോ അതേപോലെ തന്നെ ഗോതമ്പൊടിയോ ഒന്നും ഉപയോഗിക്കാതെ റവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. മാത്രമല്ല ബീറ്ററോ ഓവനോ ഒന്നും തന്നെ വേണ്ട. അതായത് ഇതേപോലെ ഒരു ചീഞ്ചട്ടിയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ അരച്ചെടുക്കാനായിട്ട് മിക്സർ ഒരു ജാറും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. കൂടെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരെയും കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നമ്മുടെ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിനകത്തേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 250 ml കപ്പാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ തരിയുള്ള റവയാണെങ്കിലും കുഴപ്പമില്ല, വലിയ തരിയുള്ള റവയാണെങ്കിലും കുഴപ്പമില്ല. നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ 1 കപ്പ് റവ എടുത്ത് മിക്സിയുടെ ജാറിൽ നല്ല രീതിയിൽ തന്നെ നമുക്കതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ റവയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഒരുപാട് അങ്ങ് പൗഡർ പോലെ പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. ചെറിയ ചെറിയ തരികളൊക്കെ കിടക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഇത് മതിയാവും. അപ്പോൾ നമുക്ക് വേറൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് ചെറിയൊരു മിക്സും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് റവ എടുക്കുമ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര, നല്ല മധുരം ഉണ്ടാവും കേട്ടോ. പൊടിക്കാത്ത പഞ്ചസാരയാണ്. നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ആദ്യം തന്നെ നമ്മുടെ പഞ്ചസാരയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയല്ല, പകരം ഒരു 1/2 കപ്പ് തൈരാണ്. ഇനിയിപ്പോൾ തൈരിന് പകരം മുട്ട ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 2 മുട്ട ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് നമ്മുടെ റിഫൈൻഡ് ഓയിലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇതേപോലെ റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും വേണം ചേർക്കാനായിട്ട്. അതൊരു 1/4 കപ്പും കൂടി ചേർത്ത് നമുക്കിത് മൂന്നും നല്ല രീതിയിൽ തന്നെ ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മൾ ചേർത്തിരിക്കുന്ന മൂന്നും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ബീറ്റർ ഉപയോഗിക്കാതെ മിക്സിയുടെ ജാറിൽ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് നമ്മളങ്ങ് മാറ്റി കൊടുക്കണം. നമ്മളെപ്പോൾ കേക്ക് ഉണ്ടാക്കാനാണെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗൾ തന്നെ വേണോട്ട് എടുക്കാനായിട്ട്. അപ്പോഴായിരിക്കും മിക്സ് ചെയ്യാനാണെങ്കിലും നല്ല എളുപ്പം ഉണ്ടാകുന്നത്. ചെറിയ ബൗൾ എടുക്കരുതേ, നല്ല പാടായിരിക്കും കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് ലൂസും അല്ല, എന്നാൽ നല്ല ടൈറ്റിലല്ലാതെ ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി പൊടിച്ച് വെച്ചിരുന്ന നമ്മുടെ റവയുണ്ടല്ലോ, അത് ഒരു അരിപ്പയിലൂടെ നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കണം. ഇപ്പോൾ നമ്മൾ റവയെന്നല്ല, മൈദ ഗോതമ്പ് ഏത് തന്നെ നമ്മൾ എടുത്താലും ഇതേപോലെ അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ഈ റവ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽപ്പൊടി കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മൾ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ചേർത്തിരിക്കുന്നതൊക്കെയും നല്ല രീതിയിൽ തന്നെ അരിപ്പയിലൂടെ നമുക്കൊന്ന് അരിച്ചിട്ടെടുക്കാം. ഇങ്ങനെ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കേക്ക് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം നമ്മൾ മിക്സ് ചെയ്യേണ്ടതായിട്ട് വരും, ആ കട്ടകളൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മിക്സും എല്ലാം കൂടി തന്നെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നമ്മുടെ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് റെഡിയായി വന്ന നമ്മുടെ ഈ മിക്സ് ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. കാരണം നമ്മൾ റവ ഉപയോഗിച്ചിട്ടാണ് കേക്ക് റെഡിയാക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ചും കൂടി കട്ടിയായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒരു 15 മിനിറ്റെങ്കിലും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞു. കണ്ടോ, കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടില്ലേ. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചതിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പാലും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. മൈദയോ അല്ലെങ്കിൽ ഗോതമ്പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ റവ ഉപയോഗിക്കുമ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പാലോ അത് മതിയാവും. അപ്പോൾ റവയുടെ ഈ ഒരു പരുവ് നോക്കിയിട്ട് വേണം പാല് ചേർക്കാനായിട്ട്. കറക്റ്റ് ഈ ഒരു അളവിൽ വേണം നമ്മുടെ കേക്ക് വരാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാനില എസൻസിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടി മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ സ്പൂണിലൊഴിച്ച് ഇതേപോലെ വേണം കറക്റ്റായിട്ട് കിട്ടാനായിട്ട്. അപ്പോഴായിരിക്കും നന്നായിട്ട് പൊങ്ങി ശരിക്കും സോഫ്റ്റായിട്ട് നമ്മുടെ കേക്കും നമുക്ക് വരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതേപോലൊരു പാത്രമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടി എല്ലാ ഭാഗത്തേക്കും ഒന്ന് പറ്റി കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ കേക്കൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ ഈ മോൾഡിൽ നിന്ന് വിട്ട് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്.
ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുത്ത് അതിൻ്റെ മേളിലേക്കും കൂടി കുറച്ച് ഓയിലും കൂടി ഒന്ന് പറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിയിലൊന്നും ഒട്ടും തന്നെ പിടിക്കാതെ നമുക്കിങ്ങ് വിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ മിക്സ് നമുക്കിത് ഈ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ കട്ടിയൊന്നുമില്ലാതെ അതേപോലെ തന്നെ ഒരുപാട് ലൂസൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ വീണ് കിട്ടുന്നത്. നമ്മുടെ ഈ കേക്ക് ടിൻ്റെ നേർപകുതി മിക്സ് മാത്രമേ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ, അത് മതിയാവും. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ആ എയർ ബബിൾസൊക്കെ ആണെങ്കിലും നമുക്കൊന്ന് പുറത്തേക്ക് കളയാം. അപ്പോൾ ഈ സമയത്ത് ടൂട്ടി ഫ്രൂട്ടി വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കാഷ്നട്ട്, ബദാം, പിസ്തയൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ബേക്ക് ചെയ്യാനായിട്ടാണ് പോകുന്നത്. നമ്മൾ ബേക്ക് ചെയ്യുന്നത് നമ്മുടെ കുക്കറിലോ അതേപോലെ തന്നെ ഓവനിലോ ഒന്നുമല്ല, അതായത് ഇതേപോലൊരു പഴയ ചീഞ്ചട്ടിയിലാണ്. അപ്പോൾ ചീഞ്ചട്ടി എടുക്കുമ്പോൾ നല്ല അടിക്കട്ടിയുള്ള ഒരു ചീഞ്ചട്ടി വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്ത് നമ്മുടെ ചീഞ്ചട്ടിയിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മേളിലേക്ക് റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ കേക്ക് ടിന്നും കൂടി വെച്ച് കൊടുക്കുവാണ്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി ഒരു 30 മിനിറ്റെങ്കിലും നമ്മുടെ ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്യാനായിട്ട് നമുക്ക് വെക്കണം. നമ്മളെപ്പോഴും കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കേക്ക് ടിൻ്റെ നേർപകുതിയോ അല്ലെങ്കിൽ അതിൽ താഴെ മാത്രമേ നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ബേക്ക് ചെയ്തെങ്കിൽ പൊങ്ങി വരുമ്പോൾ ഒരുപാടായി പോകും, അപ്പോൾ പുറത്തേക്കൊക്കെ പോകും. അതുകൊണ്ട് കറക്റ്റായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി ഒരു 30-35 മിനിറ്റ് അതവിടെ ഇരുന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. അങ്ങനെ ഒരു 30-35 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ ആണെങ്കിലും കളറൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ തന്നെ പൊങ്ങി ശരിക്കും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റെഡിയായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ സ്റ്റിക്കോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ഒട്ടും തന്നെ അതിനകത്തൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം നമ്മുടെ കയ്യിലാണെങ്കിലും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പം നമുക്കിത് താഴെ ഇറക്കി വെച്ച് ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ തീ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് നമുക്കിതങ്ങ് മാറ്റി കൊടുക്കാം. കണ്ടോ, നമ്മുടെ കേക്കൊക്കെ ആണെങ്കിൽ ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബട്ടർ പേപ്പർ നമ്മളങ്ങ് എടുത്ത് മാറ്റുവാണ്. കണ്ടോ, ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോയിട്ടില്ല, എന്നാൽ ബട്ടർ പേപ്പറിലൊന്നും ഒട്ടും തന്നെ പിടിച്ചിട്ടൊന്നുമില്ല. കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയ റവയുടെ തരികളൊക്കെ കിടക്കുന്നുണ്ട്, കാണാനാണെങ്കിലും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്. നമ്മുടെ കേക്ക് ടിന്നിലാണെങ്കിലും ഒട്ടും തന്നെ അടിയിലൊന്നും പിടിച്ചില്ല. മാത്രമല്ല സൈഡിലൊക്കെ ആണെങ്കിലും നമ്മൾ ഓയിലൊക്കെ പറ്റി കൊടുത്തുകൊണ്ട് ഒട്ടും തന്നെ പിടിക്കാതെ കറക്റ്റായിട്ട് തന്നെ ഇങ്ങ് വിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കാണാൻ തന്നെയാണെങ്കിൽ നല്ലൊരു ഭംഗിയുണ്ട്. എല്ലാവരും കയ്യിൽ റവ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കേക്കും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ കേക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈദ അതേപോലെ തന്നെ ഗോതമ്പൊടി ഉപയോഗിച്ച് ചെയ്യുന്ന കേക്കിൻ്റെ അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കില്ല നമ്മുടെ ഈ കേക്ക്. കാരണം റവ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ റവയുടെ ടേസ്റ്റ് ആയിരിക്കും ശരിക്കും ഒന്ന് മുന്നിട്ട് നിൽക്കുന്നത്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. നമ്മുടെ ഈ കേക്ക് മാത്രമല്ല, ഇതിന് മുമ്പായിട്ട് വേറെയും ഒരുപാട് കേക്ക് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൂടി കൊടുത്തേക്കാം. നമ്മുടെ കേക്ക് കഴിച്ച് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. നമുക്കിതേപോലുള്ള നല്ല അടിപൊളി വീഡിയോസിൻ്റെ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.